കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും അവനിൽ പുതുതാകുന്നു. ഇതെത്ര അത്ഭുതകരമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. യേശുവിൽ ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കണം? യേശു കർത്താവിൽ വിശ്വസിക്കാതെ, അവനെ കൈക്കൊള്ളാതെ, അവൻ്റെ നാമത്തിൽ ഞാൻ രക്ഷിക്കപ്പെടാതെ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ എനിക്കൊരിക്കലും അവൻ്റെ മകനാകുവാൻ, സ്വർഗത്തിലെ അപ്പായുടെ പിതാവിൻ്റെ മകനാകുവാൻ, മകളാകുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ മകനാകുവാൻ, ദൈവത്തിൻ്റെ മകളാകുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് യേശുവാകുന്ന വഴിയാണ്. നിത്യജീവൻ പ്രാപിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് യേശുവാകുന്ന വഴിയാണ്. അതാണ് യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 4:12. ആമേൻ. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിക്കുവാൻ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു നാമമേ ഉള്ളൂ. യോഹന്നാൻ 7:37. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. പ്രാർത്ഥന സ്വർഗത്തിലെത്തുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, ഒറ്റ നാമമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ബൈബിൾ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അത് തന്നെ താൻ ജീവനെ മറുവിലയായി നൽകിയ ക്രിസ്തു യേശു തന്നെ. യേശു പറയുന്നു, എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും. ഞാൻ എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കണം? യോഹന്നാൻ 6:47 യേശു പറയുന്നു, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവനുണ്ട്. അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം, വിടുതലുകൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരും അവനിൽ ആശ്രയിക്കുന്നവരുമാകരുത് പ്രിയപ്പെട്ടവരെ. ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു 666 ഉണ്ട്. 666 അത് അന്തിക്രിസ്തുവിൻ്റെ, ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഒരു നമ്പറാണ്. നമുക്കറിയാം അത്. എന്നാൽ മറ്റൊരു 666 ഉണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ 6:66. അവിടെ എഴുതിയിട്ടുണ്ട്, അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. എന്തു കാര്യം എന്നറിയാം? ഈ യേശുവിൻ്റെ മിനിസ്ട്രിയിൽ, ശുശ്രൂഷയിൽ ഇവരെല്ലാം കൂടെ പങ്കെടുത്തു. അതിൻ്റെ തലേ ദിവസം നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൽ യേശു അപ്പമീനുകളെ വാഴ്ത്തി വർദ്ധിപ്പിച്ചു. ബെഥസ്ദ കുളക്കരയിൽ കിടന്ന രോഗിയെ സൗഖ്യമാക്കി. ഒത്തിരി മിറക്കിളുകൾ കർത്താവ് ചെയ്തു. പക്ഷെ ഇവിടെ ഈ മൗണ്ടനിൽ യേശു കർത്താവ് പ്രസംഗിച്ചു. ഒരു മിറക്കിളും നടത്തിയില്ല, ഒരത്ഭുതവും ചെയ്തില്ല. മീറ്റിംഗ് കഴിഞ്ഞ് അപ്പവും വർദ്ധിപ്പിച്ചു കൊടുത്തില്ല. അപ്പം കുറേ പേരങ്ങ് ഡിസ്കറേജ്ഡ് ആയി. അങ്ങനെയുള്ളവരുണ്ടല്ലോ, അവർക്ക് ഈ വചനമൊന്നും വേണ്ട. വചനം കേൾക്കുന്നതിലൊന്നും അവർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അവർക്ക് വേണ്ടത് കുറച്ച് പ്രവചനവും കുറച്ച് വിടുതലും സൗഖ്യങ്ങളും ഒക്കെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. അവരുടെ ജീവിതമൊന്നും പെർഫെക്റ്റ് ഒന്നും അല്ല, അവരുടെ ജീവിതമൊക്കെ പഴയതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്ക് ഈ വചനത്തോട് താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ നിലനിൽക്കേണ്ടത് ആ വചനത്തിലാണ്. ഒരു പാസ്റ്ററോ, ഒരു ബിഷപ്പോ, ഒരു പ്രവാചകനോ, വാട്ടെവർ ഇറ്റ് ഈസ്, ആരും ആകട്ടെ, ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്ന കാര്യം ശരിയാണോ എന്നറിയാൻ ആ വേദപുസ്തകം തുറന്നു നോക്കണം. ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ആ ശുശ്രൂഷ ദൈവവചനപ്രകാരമുള്ളതാണോ എന്നറിയാൻ ആ ബൈബിളൊന്ന് വായിക്കണം. വചനം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവത്തെ വേണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇന്ന് എനിക്ക് വചന ശുശ്രൂഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഭയങ്കര പ്രവചനവും ഭയങ്കര വിടുതലുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്നവിടെ ദൈവത്തെ വിളമ്പിയില്ല എന്ന് പറഞ്ഞാൽ ഇന്നവിടെ ദൈവത്തെ ജനത്തിന് കൊടുത്തില്ല, പിന്നെ ദൈവത്തിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകൾ കൊടുത്തു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ദൈവം നൽകുന്നതാണ് സൗഖ്യം, ദൈവം നൽകുന്നതാണ് അഭിഷേകം, ദൈവം നൽകുന്നതാണ് വാഗ്ദത്തം. ഹല്ലേലൂയ. എന്നാൽ
സൃഷ്ടാവാണ് വലുത് സൃഷ്ടിയേക്കാൾ, ശില്പിയാണ് വലുത് ശില്പത്തേക്കാൾ.